എന്താ മോളെ കാര്യം എന്താണ്? ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛനെ വർക്കിലാണ് മുറിയില്. ചായ കുടിച്ചിട്ട് പോ. പിന്നെ കുടിക്കാം. അച്ഛൻ വേമ്പാ. ഞാൻ വന്ന്. അച്ഛൻ വേഗം വന്ന്. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ. എന്ത് ഗിഫ്റ്റ്? എന്തിനാ ഗിഫ്റ്റ്? നാളെ അച്ഛൻ യുവർ ഫ്രണ്ടിന് തെരഞ്ഞെടുത്ത ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഓ അതിനാണ് സമയമില്ല, നാളെയല്ലേ. ഇപ്പൊ പോയാ മതി. അച്ഛൻ വന്നേ വാങ്ങാ മോളെ. ചായ പിന്നെ കുടിക്കാം. വേമ്പാ. ചെറിയൊരു പണി കൂടി ഇല്ല, ചെറിയ പണിയല്ല. അവിടെ വെച്ച് വെച്ച് വന്നേ. പോവാ മോള് പോയിട്ട് ആയ തന്നെ പോയിട്ട് ചായ കുടിക്കാം. എന്നിട്ട് യൂണിഫോം മാറ്റിയിട്ട് പോവാൻ റെഡി ആയിട്ട് നിക്കാം. അപ്പോഴേ കച്ച വരും. ഞാൻ ചായ കുടിച്ചിട്ട് യൂണിഫോമിൽ മാറ്റി അവിടെ നിക്കുവേ. വന്നോളുവാ. ആ വരിയോടെ മോള് ചെല്ല്. അച്ഛൻ വരും. ചെല്ല് ചെല്ല്. ചെല്ല്. നല്ല ഗിഫ്റ്റ് വാങ്ങി തരണേ. സ്കൂളിലത്തെ എല്ലാരും എന്റെ ഗിഫ്റ്റ് എടുത്ത് ഞെട്ടിപ്പോണം. നമുക്ക് നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങാം. മുത്തേ വീഴല്ലേ? ഇല്ലമ്മ. അമ്മ ചേച്ചി വരുന്നു. ചേച്ചി വന്നാ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? വന്നപാട് പോയി മാറ്റിയിട്ട് ചായ കുടിക്ക്. അമ്മയുടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തു പറ്റി മോളെ? ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല അമ്മ. എന്ത് സ്കൂളിൽ പോകുന്നില്ലേ? അതെന്തേ? നാളെ ന്യൂ ഇയർ ഫ്രണ്ടിന് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. എല്ലാവരും നല്ല നല്ല ഗിഫ്റ്റ് കൊണ്ടുവരും. അമ്മേൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അതിനാ മോള് വിഷമിക്കുന്നേ? നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാട്ടാ. അമ്മേൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? അമ്മേന്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഫ്രണ്ടിന് കൊടുക്കാട്ടാ. സന്തോഷായില്ലേ? ഇനി നാളെ സ്കൂളിൽ പോവൂലേ? എന്നാ വാ ചായ കുടിക്കാല. വാ, ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാട്ടാ. എന്താണ്? എന്ത് പറ്റി എന്റെ മോക്കൊരു ദേഷ്യം പോലെ? ഓളൊരു ഗിഫ്റ്റ്. ഏത് ഗിഫ്റ്റിന്റെ കാര്യം മോള് പറയുന്നേ? അച്ഛൻ ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ ന്യൂ ഇയർ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ്. അതിന് കിട്ടിയ ഗിഫ്റ്റ് കാണുന്നത്. എനിക്കൊരു ലോക്കൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ അച്ഛൻ കിട്ടിയത്. എന്ത് ഗിഫ്റ്റ് ഓളെനിക്ക് കൊടുത്തന്നെ. നമ്മുടെ വീട്ടിൽ പോലും ആ ഗിഫ്റ്റ് വെക്കാൻ കഴിയില്ല. അതെന്താ അത്ര മോശം ഗിഫ്റ്റ് മോളെ? ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഗിഫ്റ്റ്. അതെന്താ ദാരിദ്ര്യം പിടിച്ച ഗിഫ്റ്റ്? എന്താണ് സംഭവം? എന്താ അത്? ഒരു പെൻസിൽ മേല് ഒരു ബമ്മ കുത്തി വെച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ്. ആർക്കും വേണം ഓളെ ഗിഫ്റ്റ് എല്ലാം. എവിടെയാ ഗിഫ്റ്റ്? എവിടെ ആ ഗിഫ്റ്റാ? നമ്മളെ വീട്ടിലോട്ടൊന്നും ആ ഗിഫ്റ്റ് കൊണ്ടുവരാനേ കഴിയില്ല. ഞാൻ ബ്രേക്ക് ടൈമിൽ ഓളെ മുഖത്തോട്ടാ വിളിച്ചത്. മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ? പിന്നെ ആ ഗിഫ്റ്റ് എല്ലാം ആർക്കും വേണം. അതെന്താ അത്ര മോശം ഗിഫ്റ്റ് ആയി പോയത്? എന്ത് പൊട്ട ഗിഫ്റ്റ്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാൻ എന്ത് വലിയ പൈസന്റെ ഗിഫ്റ്റാ കൊടുത്തേ. എന്നിട്ട് ഇപ്പൊ മോളിപ്പോ വലിച്ചെറിഞ്ഞ ഫ്രണ്ടില്ലേ മോക്ക ഗിഫ്റ്റ് തന്നെ? ആ ഫ്രണ്ടിന്റെ വീട് എവിടെയാ? ഇവിടെ എവിടെയോ ആണ് ആ വീട്. മോക്കറിയോ? വീടറിയോ? കുറച്ചെല്ലാം അറിയാ. അമ്മേന്റെ മോൾട്ടിക്ക് വിശക്കുന്നില്ലേ? ചേച്ചി വരട്ടെ, അമ്മ ചായ വെച്ച് തരാട്ടാ. ചേച്ചി വന്നല്ല. എന്തു പറ്റി അമ്മേന്റെ മോക്കൊരു വിഷമം? എന്തിനാ കരയുന്നേ? ഇതെന്താ ഗിഫ്റ്റ് കൂട്ടുകാരിക്ക് കൊടുത്തിട്ടില്ല? വീട്ടില് വെക്കാൻ കൊള്ളില്ല പോലും. സാരില്ലേട്ടാ, അമ്മേന്റെ മോള് വിഷമിക്കണ്ടേ. അമ്മക്ക് പൈസ കിട്ടി കഴിയുമ്പോ നല്ല ഗിഫ്റ്റ് വാങ്ങിട്ട് കൂട്ടുകാരിക്ക് കൊടുക്കാട്ടാ. കരയണ്ടട്ടാ.
അമ്മയും ചേച്ചിയും കരയുന്നില്ല കേട്ടാ. ബാ, സാരില്ല, അമ്മേന്റെ മോള് കരയണ്ട കേട്ടാ. ബാ, വിഷമിക്കണ്ടേ. ബാ. ഇതല്ലേ മോളുടെ ഫ്രണ്ടിന്റെ വീട്? അതെല്ലാം ഉണ്ട് മോള്, വാ അച്ഛ പറയാ. അച്ഛ പറയാടാ. ദുർഗ അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ദുർഗയോട് അച്ഛനും മനസ്സിലാവും. മോളല്ലേ ദുർഗയുടെ ക്ലാസ്സിൽ പഠിക്കുന്നേ? നീ വന്നേ, ചോദിക്കട്ടെ. ആ കുഴപ്പമില്ല, കേറാം. എന്താ മോളുടെ പേര്? നിയ. ദുഗു, ഇതല്ലേ മോളുടെ നിയ ഫ്രണ്ട്? മോൾ എന്ത് ഗിഫ്റ്റാ കൊടുത്തേ ദുർഗക്ക് ഇന്ന്? എവിടെ ഗിഫ്റ്റോടെ? ഇന്ന് എടുത്തിട്ട് വന്ന് നോക്കട്ടെ. പക്ഷെ നോക്കട്ടെ എന്ത് ഗിഫ്റ്റ് അവൾ തന്നേന്ന്. എന്നിട്ട് നമുക്ക് അവളോട് ചോദിക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ. ഇതാണോ ഗിഫ്റ്റ്? നല്ല ഭംഗിയുണ്ടല്ലോ, അടിപൊളി ഗിഫ്റ്റ് ആണല്ലോ. ഇത് വീട്ടിലൊക്കെ കൊണ്ടുപോകുന്ന എന്റെ മോക്ക് തോന്നി. ഇതാരാ തന്നത് എന്റെ മോക്ക്? ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലേ? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? എല്ലാവരും ഒരുപോലെയാണ്. മക്കളുടെ യൂണിഫോം നോക്കിയാൽ എങ്ങനെയാണെന്ന്? അതുപോലെ തന്നെയാണ്, എല്ലാം ഒരുപോലെയാണ്. ഈ ഫ്രണ്ട് തന്ന ഈ ഗിഫ്റ്റ് ഉണ്ടല്ലോ, മോള് വാങ്ങിയ ഗിഫ്റ്റ് ചിലപ്പോൾ മോളുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് പൈസ കൂടിയത് വാങ്ങാം. ചിലപ്പോൾ ഈ കുട്ടിയുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അവൾ ചിലപ്പോൾ ചെറിയ ഗിഫ്റ്റ് വാങ്ങാം. പക്ഷേ ഏത് ഗിഫ്റ്റ് ആയാലും എല്ലാം ഒരുപോലെയാണ്. ആരാ തന്ന ഗിഫ്റ്റ്? മോളുടെ ഫ്രണ്ട്. മോളുടെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്നാൽ മോൾക്കത് ഭയങ്കര വിലപ്പെട്ടതാണ്. അത് ഗിഫ്റ്റിൻ്റെ വില അനുസരിച്ചിട്ടല്ല മോള് കാണേണ്ടത്. അതിപ്പോൾ ഒരു റോസാപ്പൂ ആണെങ്കിൽ ശരി, നമ്മുടെ ഫ്രണ്ട് ഒരു സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ അത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. അവൾ മോൾക്ക് തരുന്നില്ലേ, തരാൻ കാണിച്ച ഒരു മനസ്സില്ലേ, അതല്ലേ ഏറ്റവും വലുത്. അവൾ ചിലപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും, അവളുടെ അമ്മ എത്ര വിഷമിച്ചിട്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടാവാം മോക്കായിട്ട്. എന്നിട്ട് അവളത് കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് മോക്കത് തന്നു കഴിഞ്ഞപ്പോൾ മോളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് എറിഞ്ഞല്ലേ. അത് എറിഞ്ഞപ്പോൾ അവൾക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. മോളവൾ എത്ര ഹേർട്ട് ചെയ്തിപ്പോൾ. അത് ശരിയാണോ? അത് നല്ല സ്വഭാവമല്ല. മോള് ചെയ്തത് തെറ്റാണ്. എൻ്റെ മോൾ ഒരിക്കലും ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. പൈസേൻ്റെതോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിലോ അല്ല നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. പരസ്പരമുള്ള സ്നേഹത്തിലാണ്. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ മോള് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവളുടെ കയ്യിൽ നിന്ന് ഇവളോടൊരു സോറി പറഞ്ഞിട്ട് ഈ ഗിഫ്റ്റ് സ്വീകരിക്കണം. അങ്ങനെ വേണ്ടത് കേട്ടാ. എന്നാൽ അവളോട് ഈ ഗിഫ്റ്റ് വാങ്ങും, സ്നേഹത്തോടെ സോറി പറഞ്ഞിട്ട് വാങ്ങിക്കോ. നീ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം കേട്ടോ സ്കൂളിലാ. ഹാപ്പി ആയില്ലേ മോള്? ഇങ്ങനെ ആയിരിക്കണം കേട്ടാ. ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാണ്ട് അവളുടെ വലിപ്പ ചെറുപ്പത്തിലോ കാര്യങ്ങളിലൊന്നും അല്ല കേട്ടാ. സോറി കേട്ടാ, എൻ്റെ മോൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തൊരു തെറ്റിന് ഞാനും മാപ്പ് പറയുന്നു. ഇല്ല, പിന്നൊരു ദിവസം ആവാം. മോളു ടാറ്റാ. കുട്ടികളാണ്, അവർ തെറ്റും ശരിയും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഈ കുട്ടി ചെയ്തൊരു തെറ്റ് വളരെ നല്ല രീതിയിൽ പറഞ്ഞ് ആ കുട്ടിയെ തെറ്റിൽ നിന്നും നേർവഴിയിലേക്ക് നയിക്കാൻ ഈ അച്ഛന് കഴിഞ്ഞു. അതുപോലെ വളർന്നു വരുന്ന തലമുറയെ തെറ്റുകളിൽ നിന്നും നയിക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ. അതിലൂടെ തിന്മയില്ലാത്തൊരു സമൂഹം നമുക്കുണ്ടാകട്ടെ.